Hi everyone, welcome to the another episode of Magic Hands of Deepa. എന്തെങ്കിലും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മീൻ വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നല്ല ചെറിയ ചെറിയ മത്തി കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ നമുക്ക് മത്തി വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഞാനതുകൊണ്ട് പീര വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് പോയിട്ട് മത്തി വാങ്ങിയിട്ട് വരാം. ഞാൻ ആദ്യമായിട്ടാണ്, അതായത് ഇപ്പോൾ ഒരു 1-2 വീഡിയോ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ ഫേസ് കാണിച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് മീൻ വാങ്ങിയിട്ട് വരാം. അതിന് മുമ്പേ നമുക്ക് മീൻ പീരയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വാങ്ങാനുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് വാങ്ങാം കേട്ടോ. പച്ചക്കറിയും ഫ്രൂട്ട്സും കൂടെ ഉള്ളൊരു കടയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മീൻ കടയുള്ളത്. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കടയ്ക്ക് പോയിട്ട് വരാം. അപ്പം മീൻ കടയിൽ നോക്കിയപ്പോൾ നിറയെ മീനുണ്ട്. വറ്റുണ്ട്, അയലയുണ്ട്, പിന്നെ ചൂരമീനുണ്ട്, മത്തിയുണ്ട്. നമുക്ക് മത്തി വാങ്ങാം കേട്ടോ. നല്ല ഫ്രഷ് മത്തിയാണ്. അപ്പോൾ നമുക്ക് മത്തി വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാം കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ മത്തിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചട്ടിയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ 1 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വിനാഗിരി ഇട്ടിട്ട് കഴുകുകയാണെങ്കിൽ മത്തിയുടെ ഉളുമ്പ് മണം നല്ല മാറിക്കിട്ടും കേട്ടോ. അപ്പം നമുക്കിനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല ആവശ്യത്തിന് ഒരു 2 കപ്പ് തേങ്ങ, അതായത് ഒരു തേങ്ങയുടെ ഫുള്ള് തേങ്ങ എടുക്കാം. അപ്പോൾ ഞാനത് ചെറിയതാക്കിയിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 കുടംപുളി ഉണ്ട്, അത് ഞാൻ കീറിയിട്ടതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഞാനും എൻ്റെ കുഞ്ഞിപ്പെണ്ണും കൂടിയാണ് പീര റെഡിയാക്കാനിരിക്കുന്നത്. അപ്പോൾ അവൾ ഇടയ്ക്ക് കൈ കൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തേങ്ങ എല്ലായിടത്തേക്ക് എത്തുന്ന പോലെ നല്ലപോലെ തിരുമ്മി കൊടുക്കുക കേട്ടോ. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. കമൻറ്റൊക്കെ എഴുതണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിൽ കൂടെ അല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇനി നമുക്കൊന്നത് അടുപ്പത്ത് വെച്ച് വേവിച്ച് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് വെന്തോ നോക്കാം. അത്യാവശ്യം നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. മീൻ പെട്ടെന്നാവും, ഒരു 6-7 മിനിറ്റും കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് സ്പൂൺ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കരുത്, അപ്പോൾ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചാറ് എത്രയുണ്ടെന്നൊക്കെ നോക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ. അപ്പം നമ്മുടെ മീൻ പീര ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി വെച്ചാൽ മതി. വെള്ളം ഇത്തിരി ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പീര റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ചിലർ വിചാരിക്കും എന്താ ഇതിലത്തെ പ്രത്യേകത, ഞങ്ങൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയല്ലേ ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. പക്ഷേ എല്ലാവരുടെ വീട്ടിലും അവരവരുണ്ടാക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമുക്കിതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.